നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു നല്ല വിഷുക്കാലം ആശംസിച്ചുകൊണ്ട് വിഷുഫലത്തിൻ്റെ ബാക്കി എപ്പിസോഡുകളിലേക്ക് കടക്കുകയാണ്. ഇതുവരെ നമ്മൾ പുണർദം നക്ഷത്രം വരെ, അശ്വതി മുതൽ പുണർദം വരെ പറഞ്ഞു കഴിഞ്ഞു. ഇന്നിപ്പോൾ പറയുന്നത് പൂയം നക്ഷത്രക്കാരുടെ 2026 വിഷു വർഷം എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അവർക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം, എന്തൊക്കെ നേടാം, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. പ്രധാന ഫലങ്ങൾ: കരിയറും തൊഴിലുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ, സാമ്പത്തിക നില, കുടുംബം, മംഗളകർമ്മങ്ങൾ, ആരോഗ്യം, പിന്നെ വീട്, വാഹനം, ഉദ്യോഗം, ബിസിനസ്, വിദേശ ജോലി, സാമ്പത്തികം തുടങ്ങി എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ വിശദമായി പറയുന്നതാണ്. പൂയം നക്ഷത്രക്കാർ കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രമാണ്. അവർക്കൊരു സമ്മിശ്ര ഫലമാണ് ഈ വിഷുവർഷത്തിൽ വരുന്നത് എങ്കിലും ഭാഗ്യാഭിവൃദ്ധിയുടെ ഒരുപാട് അനുഗ്രഹം, അതായത് ഭാഗ്യദേവതയുടെ കടാക്ഷം കൂടുതലുള്ള ഒരു വിഷുവർഷമാണിത്. ശനി 8ാം ഭാവത്തിലാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് തടസ്സങ്ങളൊക്കെ അനുഭവപ്പെടും. അതുകൊണ്ടാണ് സമ്മിശ്ര ഫലം എന്ന് പറഞ്ഞത്. പക്ഷേ വർഷത്തിൻ്റെ പകുതിയോടുകൂടി വ്യാഴം ഉച്ചസ്ഥിതിയിലേക്ക് വരും. അത് പൂയം നക്ഷത്രക്കാർക്ക് വലിയ ആശ്വാസമാകും എന്ന് മാത്രമല്ല, വലിയ അവസരങ്ങളും സാമ്പത്തികം, ധനപരമായ എല്ലാ നേട്ടങ്ങളും അവസരങ്ങളുമൊക്കെ ഉണ്ടാവും. അതവർക്കൊരു പുതുജീവൻ തന്നെ നൽകും. ഈ ജൂൺ മാസം വരെ മാത്രമേ ഈ അഷ്ടമശനി, അതായത് 8ാം ഭാവത്തിൽ ജന്മരാശിയിൽ നിന്ന് എട്ടാം രാശിയിലേക്ക് ഈ ശനി നിൽക്കുന്നത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ഈ ശനി നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് മാനസിക സമ്മർദ്ദം, അനാവശ്യ ചെലവുകൾ, കാര്യങ്ങൾ വിചാരിക്കുന്ന സമയത്ത് നടക്കില്ല, കാര്യങ്ങൾ ഒന്ന് വൈകും. പിന്നെ ആരോഗ്യത്തിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടാകും. ജോലിയിലോ നിങ്ങളുടെ വ്യാപാരം ബിസിനസ്സുകളിലൊക്കെ ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾ ശനിദേവനെ ഒന്ന് പ്രാർത്ഥിക്കണം. ശനിയാഴ്ച വ്രതം നോക്കുന്നത് നല്ലതാണ്. ശനിദേവന് എള്ളെണ്ണ വിളക്ക് കൊളുത്തുന്നത്, ദാനകർമ്മങ്ങൾ ചെയ്യുന്നത്, കറുത്ത വസ്ത്രം ധരിക്കുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് ഗുണം ചെയ്യും. ദാനങ്ങളിലും കറുത്ത വസ്ത്രവും എള്ളും ദാനം ചെയ്യുന്നതും ഈ ശനിയുടെ അഷ്ടമത്തിലെ ശനിയുടെ ദോഷങ്ങൾ, അതിൻ്റെ കാഠിന്യം കുറയ്ക്കുവാൻ നിങ്ങളെ സഹായിക്കും. ആദ്യമേ തന്നെ നമ്മൾ നെഗറ്റീവ് അടിക്കുകയല്ല. നിങ്ങൾക്ക് ഇത്ര പ്രശ്നങ്ങളേ ഉള്ളൂ, പൂയം നക്ഷത്രക്കാർക്ക് ഇത്ര പ്രശ്നങ്ങളേ ഉള്ളൂ, ഭയപ്പെടേണ്ട കാര്യമില്ല. മാത്രമല്ല, ജൂൺ മാസം തൊട്ട് നിങ്ങളുടെ ജീവിതം പുതിയ ഒരു അധ്യായം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കുകയാണ് എന്ന് തന്നെ പറയാം. ആദ്യം തന്നെ സാമ്പത്തിക കാര്യങ്ങളെപ്പറ്റി പറയാം. എല്ലാവരും ഉറ്റുനോക്കുന്നത് സാമ്പത്തിക കാര്യങ്ങളെ പറ്റിയാണ്. നമുക്ക് സാമ്പത്തികം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ കൃത്യമായി നടത്തിക്കൊണ്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നറിയാവുന്നത് കൊണ്ട് തന്നെ സാമ്പത്തിക കാര്യങ്ങൾ ആദ്യം തന്നെ പറയുന്നു. വരുമാനം നന്നായിട്ട് നിങ്ങൾക്ക് വർദ്ധിക്കുന്ന ഒരു സമയമാണ്. അപ്രതീക്ഷിതമായി പക്ഷേ ചെലവുകളും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ഒന്ന് ശ്രദ്ധിക്കണം. ഈ സാഹചര്യത്തിൽ നിങ്ങൾ അനാവശ്യമായ യാത്രകൾ കൃത്യമായിട്ടും ഒഴിവാക്കണം. അസമയത്തുള്ള യാത്രകൾ, ദൂര യാത്രകളൊക്കെ ആവശ്യമെങ്കിൽ മാത്രം ചെയ്യുക. വ്യക്തമല്ലാത്ത ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കാതിരിക്കുക. തർക്കത്തിലും വഴക്കിലും അടിപിടി കേസുകളിലോ കോടതി വ്യവഹാരം ഇതൊന്നും ചെന്ന് പെടാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചെലവിനെ കൃത്യമായിട്ട് നിയന്ത്രിക്കാം. വരവ് നിങ്ങൾക്ക് വർദ്ധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. നാനാ വഴിയിൽ നിന്നും പുതിയ സ്രോതസ്സുകളിൽ നിന്നെല്ലാം നിങ്ങളുടെ കയ്യിലേക്ക് വരവുണ്ടാവും, പണമുണ്ടാവും, പണത്തിൻ്റെ ആധിക്യം ഉണ്ടാവും. പക്ഷേ അത് ചെലവിടുന്നത് എങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. കാര്യം ഈ അനാവശ്യ യാത്രകളും മറ്റുമൊക്കെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അപകടങ്ങളോ വാഹനത്തിന് എന്തെങ്കിലും തകരാറുകളൊക്കെ സംഭവിച്ച് നമ്മുടെ പൈസ പോകും. അതിനൊന്നും നമ്മൾ ഇടയാക്കാതിരിക്കുക. ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം ഇറങ്ങുക. അത് വാഹനമായാലും ശരി, എന്ത് കാര്യത്തിലും ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ ഈ കാലയളവിൽ ഇറങ്ങുക. എങ്കിൽ നമുക്ക് ചെലവിനെ കൺട്രോൾ ചെയ്യാൻ കഴിയും. കൃത്യമായ ഒരു ധാരണയില്ലാതെ നിങ്ങൾ അനാവശ്യമായിട്ട് പുതിയ ലോണുകളൊന്നും കയറി എടുത്തു കളയരുത്. ഒരു ലോൺ ആരെങ്കിലും തരും, അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനി വിളിച്ച്, അല്ലെങ്കിൽ ഒരു ബാങ്ക് വിളിച്ചിട്ട് നിങ്ങൾക്കൊരു ലോൺ തരാം എന്ന് പറയുമ്പോൾ ആ ലോൺ കൊണ്ട് നിങ്ങൾക്ക് ആ ലോണിൻ്റെ തുക മുടക്കി ഒരു പ്രസ്ഥാനമോ സംരംഭമോ അല്ലെങ്കിൽ നിലവിലുള്ള ഒരു പദ്ധതിയിൽ മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലോൺ അടയ്ക്കാനുള്ള പണവും ലാഭവും ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയുള്ളൊരു കടബാധ്യത, ലോണാണെങ്കിലും നമുക്ക് കടബാധ്യതയാണ്, ആ കടബാധ്യത നമ്മൾ വാങ്ങി തലയിൽ വയ്ക്കാതിരിക്കാൻ ശ്രമിക്കുക. നമുക്ക് പണത്തിന് വലിയ അത്യാവശ്യമൊന്നുമില്ല, നമ്മുടെ ബിസിനസ് വലിയ കുഴപ്പമില്ലാതെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കടബാധ്യത ഉണ്ടാക്കി വയ്ക്കാതിരിക്കണം. പിന്നെ ആരെങ്കിലും പണം കടം ചോദിച്ചാൽ അത്രയും അത്യാവശ്യമുള്ളതാണ്, അവർ തിരിച്ചു തരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക. വലിയ തുകകളൊന്നും വലിയ തുകകൾക്ക് വേണ്ടി നിങ്ങൾ ജാമ്യം നിൽക്കുകയോ അല്ലെങ്കിൽ ലോണായിട്ടോ കടമായിട്ടോ ഒന്നും എടുത്ത്
മറ്റൊരാൾക്ക് കൊടുത്ത് നിങ്ങൾ കടബാധ്യതയിൽ പെടാതിരിക്കുവാനും ഈ സമയത്ത് ശ്രദ്ധിക്കണം. ഇത് നമ്മൾ ജൂൺ വരെ കൃത്യമായി പാലിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ജൂണിനകത്ത് നിങ്ങളിങ്ങനെയുള്ള ഏടാകൂടങ്ങളിൽ ചാടിക്കഴിഞ്ഞാൽ നിങ്ങൾ കുരുങ്ങും. അത് കൃത്യമായിട്ടും ശ്രദ്ധിക്കണം. സമ്പാദ്യം നിങ്ങൾക്ക് ജൂൺ മാസത്തിന് ശേഷം ഉണ്ടാകാൻ പോവുകയാണ്. സാമ്പത്തിക നില തീർച്ചയായിട്ടും വ്യാഴം നിങ്ങൾക്ക് അനുഗ്രഹീത സ്ഥാനത്തേക്ക് കടക്കുമ്പോൾ, വ്യാഴമാറ്റത്തോടു കൂടി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സമ്പാദ്യം ഉണ്ടാകും. എങ്ങനെ? നിങ്ങളുടെ തൊഴിൽ രംഗത്ത്, ഔദ്യോഗിക രംഗത്ത്, നിങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് പണം വരും. നിങ്ങളുടെ മുടങ്ങിക്കിടന്ന പദ്ധതികളൊക്കെ സ്റ്റാർട്ടാവും. നിങ്ങളുടെ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരുന്ന ബിസിനസ് നല്ല രീതിയിൽ ഉയർച്ച പ്രാപിക്കും. നിങ്ങൾക്ക് കിട്ടാതിരുന്ന കടങ്ങൾ തിരികെ കിട്ടും. നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞ പൈസയായിരിക്കും, പക്ഷേ അതൊക്കെ നിങ്ങളുടെ കയ്യിലേക്ക് വരും. നിങ്ങൾ വിൽക്കാനിട്ടിരുന്ന വസ്തുവകകളൊക്കെ വിറ്റുപോകും നല്ല വിലയ്ക്ക്. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സമ്പാദ്യം നിങ്ങൾക്ക് ഈ സമയത്തുണ്ടാകും. മാത്രമല്ല ദീർഘകാല നിക്ഷേപങ്ങൾക്കായിട്ട് ഒരു തുക മാറ്റി വയ്ക്കുവാനും കഴിയും. മാത്രമല്ല മുൻകാലങ്ങളുണ്ടായിരുന്ന നിങ്ങളുടെ കടബാധ്യതകൾ ഈ വിഷു വർഷത്തിൽ തീർക്കുവാനും അനുകൂലമായ ഒരു സാഹചര്യമാണ് നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നത്. പണം വരും. സാമ്പത്തിക കാര്യത്തിൽ നിങ്ങൾക്ക് പണം ധാരാളം നിങ്ങളുടെ കയ്യിലേക്ക് വരും. വിശേഷ്യ ജൂൺ മാസത്തിന് ശേഷം വ്യാഴൻ്റെ അനുഗ്രഹം കൂടി കിട്ടുമ്പോൾ നല്ല രീതിയിൽ നിങ്ങളുടെ എല്ലാ മേഖലകളും, പ്രവർത്തന മേഖലകളും അഭിവൃദ്ധിപ്പെട്ട് നിങ്ങളുടെ കയ്യിലേക്ക് പണം വരും. പക്ഷേ ആ പണം അനാവശ്യമായി ദൂർത്തടിക്കാതിരിക്കുക, സൂക്ഷിച്ച് കണ്ട് ചെലവഴിക്കുക. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ അഷ്ടമശനിയുടെ സ്വാധീനം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കരുത്. ഒരു വീട് മാറ്റമോ അല്ലെങ്കിൽ വാടകയ്ക്കൊരു വീട്ടിലേക്ക് മാറുകയോ അല്ലെങ്കിൽ നിലവിലുള്ളൊരു വീട് പെട്ടെന്ന് യാതൊരുവിധ പ്ലാനിങ്ങും ഇല്ലാതെ വിറ്റ് വേറെ സ്ഥലത്തേക്ക് മാറുക, അങ്ങനെയുള്ള എട്ടുപിടി എന്നും പറഞ്ഞുകൊണ്ട് ഒരു കാര്യങ്ങളും നിങ്ങൾ ചെയ്യരുത്. കൃത്യമായ പ്ലാനിങ്ങോടുകൂടി മാത്രമേ നിങ്ങളത് ചെയ്യാവൂ. അതുപോലെ തന്നെ വീട് നിർമ്മാണം നടത്തുന്നവർക്ക് പണച്ചെലവ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്. അതിനും നിങ്ങളൊരു കൃത്യമായ നമ്മൾ എത്ര ബഡ്ജറ്റിൽ ഇത് തീർക്കണം എന്നുള്ളൊരു കാൽക്കുലേഷൻ നിങ്ങൾക്ക് ഉണ്ടാകണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്നും അമിതമായി പണം ആ നിർമ്മാണ പദ്ധതിക്ക് വേണ്ടി ചിലവാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ജൂണിന് ശേഷം നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് പണം കണ്ടെത്താനാകാതെ മുടങ്ങിപ്പോയി നിങ്ങളുടെ വീടിൻ്റെ പണി എന്നുണ്ടെങ്കിൽ അത് ജൂണിന് ശേഷം, വ്യാഴമാറ്റത്തിന് ശേഷം തീർച്ചയായിട്ടും പുനരാരംഭിക്കുവാനായിട്ട് സാധിക്കും. കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്താൻ നിങ്ങൾ കുറച്ച് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. അതായത് ശനി നിങ്ങളെ ഇങ്ങനെ അഷ്ടമശനിയുടെ സാന്നിധ്യം നിങ്ങൾക്കുള്ളത് കൊണ്ട് നിങ്ങളുടെ വാക്കോ പ്രവൃത്തിയോ പലപ്പോഴും പരിധി വിട്ട് പോകുവാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് നിയന്ത്രിക്കണം. നമ്മുടെ അപ്പോഴത്തെ ഒരു ക്ഷിപ്ര കോപം കൊണ്ട് എടുപിടി എന്നും പറഞ്ഞുകൊണ്ട് തീരുമാനമെടുക്കുകയോ എന്തെങ്കിലുമൊക്കെ വാക്കുകൾ ഉപയോഗിക്കുകയോ പ്രവർത്തികൾ ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് നമ്മളോടുള്ള സ്നേഹവും ആദരവും നഷ്ടപ്പെട്ടു പോകുവാനും കുടുംബ ബന്ധത്തിൽ വിള്ളൽ വീഴാനും ഒക്കെ സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ വാക്ക് പ്രവൃത്തി തീർച്ചയായിട്ടും നിയന്ത്രിക്കുക. വസ്തു സംബന്ധമായ ഒരു തർക്കങ്ങളിൽ നിങ്ങൾ പോകരുത്. ഈ ജൂൺ മാസം വരെ വ്യാഴ അനുകൂലമാകുമ്പോൾ നിങ്ങളുടെ വസ്തുവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കങ്ങളോ കേസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായി വരും. അതിന് ഉചിതമായ ഒരു സമയമാണ് ഈ ജൂണിന് ശേഷമുള്ള കാലഘട്ടം. അതിനും ആ കാലം വരെയെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എടുത്തടിച്ച് പോലുള്ള പെരുമാറ്റങ്ങളും വാക്കുകളും പ്രവർത്തികളും നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നിയന്ത്രിക്കണം. ഇനി വാഹനങ്ങളുടെ കാര്യം, നിങ്ങൾക്ക് പുതിയ വാഹനം ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു വാഹനം വാങ്ങാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളത് ജൂൺ മാസം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ജൂൺ മാസത്തിന് ശേഷം നിങ്ങൾ പ്ലാൻ ചെയ്യുക. നിങ്ങൾക്ക് ഓഗസ്റ്റ് ഡിസംബർ മാസത്തിൽ വളരെ അനുകൂലമാണ് ഒരു വാഹനം വാങ്ങാൻ. വാഹന യോഗം നിങ്ങൾക്ക് ആ സമയത്തുണ്ട്. അതേസമയം നിങ്ങൾ തിടുക്കത്തിൽ ഒരു ധൃതി പിടിച്ച് വാങ്ങി അത് കടമായിട്ട് മറിച്ചോ അല്ലെങ്കിൽ ഒരു ലോണൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പെട്ടെന്നൊരു വാഹനം വാങ്ങണമെന്നും പറഞ്ഞുകൊണ്ട് എട്ടുപിടിയെന്നും പറഞ്ഞ് ധൃതി പിടിച്ച് ഇറങ്ങേണ്ട യാതൊരു കാര്യമില്ല. അത് നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കും. എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ ഇന്നോ നാളെയോ അല്ലെങ്കിൽ ജൂണിന് മുമ്പോ പെട്ടെന്ന് വാഹനം വേണമെന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു കയറി വാങ്ങുന്നു. ആ സമയത്തിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് വാഹനത്തിൻ്റെ ശരിയായൊരു യോഗം വരുന്നത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ പ്രൈസിങ്ങിൽ ഭയങ്കരമായൊരു ഡിഫറൻസ് വരും. ചിലപ്പോൾ 2, 3, 4 ലക്ഷം രൂപയുടെയൊക്കെ ഡിഫറൻസ് വരും. അപ്പോൾ ആ ആനുകൂല്യം, ആ ഓഫർ പ്രൈസ് നിങ്ങൾക്ക് കിട്ടില്ല. കാരണം നിങ്ങൾ ധൃതി പിടിച്ച് വാങ്ങി, അല്ലെങ്കിൽ നിങ്ങൾ ധൃതി പിടിച്ച് ഒരു കടം വാങ്ങി, അതിൻ്റെ പലിശ, ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഭീകരമായൊരു നഷ്ടം ധനകാര്യത്തിൽ വരും. പണം വരും എന്നുള്ളത് ഉറപ്പാണെങ്കിലും ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങൾ സ്വയം നിങ്ങളുടെ പ്രവൃത്തി ദോഷം കൊണ്ട് നഷ്ടങ്ങൾ ഏറ്റുവാങ്ങാൻ ശ്രമിക്കാതിരിക്കുക. അഷ്ടമശനി കാലമായതുകൊണ്ട് തന്നെ വാഹനം ഉപയോഗിക്കുന്നതിലും അതീവ ജാഗ്രത വേണം.
വാഹനം ഓടിക്കുന്നതിൽ, ആ സമയത്തെ യാത്ര, ഇതെല്ലാം നമ്മൾ കൃത്യമായി സൂക്ഷിച്ചു തന്നെ ചെയ്യണം. വാഹനത്തിന് കൃത്യസമയത്ത് സർവീസും അതിൻ്റെ അറ്റകുറ്റപ്പണികളും ഒക്കെ ചെയ്യണം. അമിത വേഗത എന്ന് പറയുന്നത് ഒരിക്കലും പാടില്ല. തീർച്ചയായും അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക. ട്രാഫിക് റൂൾസ് പാലിക്കാൻ ഒരിക്കലും നിങ്ങൾ മറന്നു പോകരുത്. അതൊക്കെ നിങ്ങൾക്ക് ധനം നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുവാനുള്ള സാധ്യതകളിലേക്ക് നിങ്ങളെ എത്തിക്കും. ഇനി നമുക്ക് തൊഴിൽ മേഖല എങ്ങനെയാണെന്ന് നോക്കാം. ഉദ്യോഗസ്ഥർക്കാണെങ്കിൽ ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുന്ന സമയമാണ്. പക്ഷേ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. അത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. കഠിനാധ്വാനത്തിന് സാധ്യതയുള്ള ഒരു വർഷമാണ് ഈ തൊഴിൽ രംഗത്ത്. ഈ പൂയം നക്ഷത്രത്തെപ്പറ്റി പറയാനുള്ള പ്രധാന കാര്യം, നല്ല പോലെ നിങ്ങൾ അധ്വാനിക്കണം. പക്ഷേ ആ നല്ല അധ്വാനം, ആ കഠിനമായ പ്രയത്നത്തിന് തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കുന്നത് വലിയ സാമ്പത്തിക നേട്ടം, സഹപ്രവർത്തകരുടെ, മേലുദ്യോഗസ്ഥരുടെ പിന്തുണ, അംഗീകാരം, പിന്നെ പൊതുവെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നിങ്ങൾ ചെയ്യുന്ന കൃത്യത്തിന് അർഹമായ പ്രശംസ, ഇത് തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കും. സഹപ്രവർത്തകരുമായോ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരുമായോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. കാര്യം നമുക്ക് ഈ സമയത്ത് എല്ലാവരുടെയും പിന്തുണ ആവശ്യമാണ്. അവരാരെയും നമ്മൾ നമ്മുടെ പാഴ്വാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ചിന്താശേഷി ഇല്ലാത്ത പെരുമാറ്റം കൊണ്ട് ഒരിക്കലും നമ്മൾ അവരെ നമ്മുടെ ശത്രുക്കളാക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ബിസിനസ്സിൽ വലിയ മുതൽ മുടക്കുകളൊക്കെ നടത്തുമ്പോൾ തീർച്ചയായിട്ടും 2 വട്ടം നിങ്ങൾ ചിന്തിക്കണം. അത് പ്രത്യേകിച്ചും ഈ ജൂൺ മാസത്തിന് മുമ്പ് നന്നായി ചിന്തിച്ചതിന് ശേഷം മാത്രമേ നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാവൂ, അല്ലെങ്കിൽ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാവൂ. അല്ല, നിങ്ങൾക്കത് ഉടനെ തുടങ്ങേണ്ടതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി പഠിക്കുക. ജൂണിന് ശേഷം, വർഷത്തിൻ്റെ പകുതിയോടുകൂടി നിങ്ങൾ അത് തുടങ്ങുന്നതിനെ പറ്റിയുള്ളൊരു പഠനം നടത്തി അതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ ചെയ്ത് അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളുമായി നിങ്ങൾ മുമ്പോട്ട് പോവുക. വ്യാഴം മാറ്റം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അതിൻ്റെ കരാറുകളിൽ ഒപ്പിട്ട് അത് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വളരെ വലിയ നേട്ടങ്ങൾ ആ ബിസിനസ്സിൽ നിന്നും ലഭിക്കും. നമുക്ക് പൊതുവെ പറയുമ്പോൾ നമ്മൾ ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു സമയമാണ്. അഷ്ടമശനിയുടെ ദോഷം ഉണ്ട് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. അതല്ലെങ്കിലും നമ്മൾ ഏതൊരു കാര്യത്തിൽ ഇറങ്ങുമ്പോഴും കുറച്ച് ക്ഷമ അത്യാവശ്യമാണ്. എടുത്തു ചാടിയുള്ള ഏത് പ്രവൃത്തിയും ഏത് നല്ല കാലത്തും നമുക്ക് ദുരിതം കൊണ്ടുവരും, നമ്മളെ ആപത്തിൽ പെടുത്തും. അത് മറന്നു പോകാതിരിക്കുക. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ചില നിയമപരമായ തടസ്സങ്ങൾ നേരിടേണ്ടി വരും. എപ്പോൾ? ഈ ജൂൺ മാസത്തിന് മുമ്പ് വരെ. അതിനുശേഷം നിങ്ങൾ ക്ഷമയോടെ കാത്തിരുന്നാൽ ആ ജൂൺ മാസം കഴിഞ്ഞ് വർഷാവസാനമൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ നടക്കും. നിങ്ങളുടെ ആ തടസ്സങ്ങൾ, നിയമപരമായ തടസ്സങ്ങൾ മാറി നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ അവിടുത്തെ അതോറിറ്റിയിൽ നിന്നും ഉണ്ടാകും. കുടുംബത്തിൽ ശുഭകാര്യങ്ങൾ നടക്കുന്ന ഒരു സമയമാണ്. സന്താന ഭാഗ്യം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയവുമാണ്. കുടുംബത്തിൽ വിവാഹങ്ങൾ തുടങ്ങിയ മംഗളകാര്യങ്ങൾ, പാലുകാച്ച്, നൂലുകെട്ട്, ഇങ്ങനെയൊക്കെയുള്ള മംഗളകാര്യങ്ങൾ നടക്കും. അതിനും ഒരു യോഗമുണ്ട്. അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് കുട്ടികളില്ലാത്തവർ അല്ലെങ്കിൽ ഇപ്പോൾ വിവാഹം കഴിച്ചവരാകട്ടെ, എന്തായാലും ഈ പൂയം നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ സന്താന ഭാഗ്യം തീർച്ചയായിട്ടും അനുകൂലമായൊരു സമയമാണ്. അത് സംഭവിക്കും. സഹോദരങ്ങളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യത ഉള്ളതിനാൽ സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുക. അത് നേരത്തെ പറഞ്ഞൊരു പോയിൻ്റാണ്, ഞാൻ ഇവിടെ നോട്ട് ചെയ്തിരുന്നു എന്നത് മാത്രമേ ഉള്ളൂ. കുടുംബത്തിനെ പറ്റി പറഞ്ഞതുകൊണ്ട് അത് നമ്മുടെ മാതാപിതാക്കളോ ഭാര്യയോ ഭർത്താവോ കുഞ്ഞുങ്ങളോ സഹോദരങ്ങളോ ആരായിട്ടായാലും ശരി തന്നെ കുടുംബത്തിൽ നമ്മൾ പെരുമാറുമ്പോൾ നിയന്ത്രണം സംസാരത്തിൽ പാലിക്കണം. അസ്ഥി സംബന്ധമായോ അല്ലെങ്കിൽ ദഹന സംബന്ധമായോ ഉള്ള ചെറിയ അസ്വസ്ഥതകൾ നിങ്ങളെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ അലട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആഹാരം കഴിക്കുന്നതിൽ നിങ്ങൾ മിതത്വം പാലിക്കണം, കൃത്യത പാലിക്കണം. അത് രണ്ടും അത്യാവശ്യമാണ്. ആവശ്യമായ സമയത്ത് വിശ്രമിക്കുകയും ചെയ്യണം. കാരണം കഠിനമായി അധ്വാനിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. നിങ്ങൾക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാകണമെങ്കിൽ കഠിനമായിട്ട് അധ്വാനിക്കണം. പക്ഷേ ആ അധ്വാനിക്കുന്നതിനനുസരിച്ച് തന്നെ കൃത്യമായ ഇടവേളകളിൽ നിങ്ങൾ വിശ്രമിക്കണം. നിങ്ങളുടെ ആരോഗ്യത്തെ നിലനിർത്താനായി അത് അത്യാവശ്യമാണ്. കൃത്യമായ വ്യായാമവും ഭക്ഷണക്രമവും പിന്തുടരുക. അത് നിങ്ങളുടെ ആരോഗ്യപരമായ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കുന്നതാണ്. സ്വന്തമായി വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാ തടസ്സങ്ങളും നീങ്ങുന്ന ഒരു വിഷു വർഷമാണിത്. ജൂൺ മാസത്തിന് ശേഷം പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങാനോ വീട് നവീകരിക്കാനോ ഉള്ള യോഗമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആഡംബര വസ്തുക്കളോ അല്ലെങ്കിൽ വീട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യ സാധനങ്ങളോ ഒക്കെ വാങ്ങുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ പഴയ വീടൊന്ന് പുതുക്കി പണിയുവാനുള്ള യോഗവുമുണ്ട്. ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ ലാഭം പ്രതീക്ഷിക്കാം. വിൽക്കാനിട്ടിരുന്ന ഭൂമി അത് നിങ്ങൾക്ക് നല്ല വിലയ്ക്ക്, മുൻകാലങ്ങളിൽ അത് വിൽക്കാൻ കഴിയാതെ കിടന്നതായിരിക്കാം, പക്ഷേ അതെല്ലാം ഇപ്പോൾ ആവശ്യക്കാർ വന്ന് മോഹവിലയ്ക്ക് വാങ്ങി നിങ്ങൾക്ക് നല്ല ലാഭം പ്രതീക്ഷിക്കാൻ കഴിയുന്ന
ഒരു സമയമാണ്. അതിൽ നിന്നുള്ള പണം കൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ പുതിയ വീട് പണിയുന്നത്. എന്തായാലും ശരി തന്നെ ഗ്രഹവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും ഈ ജൂൺ മാസത്തിന് ശേഷം പരിഹരിക്കപ്പെടുന്ന നല്ല ഒരു വിഷു വർഷമാണിത്. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും ബിസിനസ് വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുമെല്ലാം അവസരം ലഭിക്കുന്ന ഒരു സമയമാണ്. അനുകൂല ഫലങ്ങൾ ലഭിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നല്ല തൊഴിൽ സുരക്ഷിതത്വം ലഭിക്കും. നല്ല തൊഴിൽ സാധ്യതകൾ കിട്ടും. പുതിയ അവസരങ്ങൾ അവരുടെ മുന്നിലേക്ക് വഴി തുറക്കും. അതുപോലെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും വിസ സംബന്ധമായ എല്ലാ പേപ്പർ വർക്കുകളും നല്ല രീതിയിൽ നടന്ന് അവർക്ക് സുഖമായി ആ പുതിയ അവസരം തേടി വിദേശത്തേക്ക് പോയി അവരുടെ ലക്ഷ്യപ്രാപ്തി വരുത്തുവാൻ സാധിക്കും. മേലധികാരികളിൽ നിന്ന്, അതായത് വിദേശത്തായാലും സ്വദേശത്തായാലും സർക്കാർ മേഖലയായാലും ശരി തന്നെ പ്രൈവറ്റ് സെക്ടർ ആയാലും ശരിയാണ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ മേലധികാരികളിൽ നിന്ന് സഹപ്രവർത്തകരിൽ നിന്നെല്ലാം പിന്തുണ ലഭിക്കും. ഇനി നിങ്ങളുടെ ഭാഗ്യവർദ്ധനവിന് വേണ്ടി നിങ്ങൾക്കുണ്ടാകുന്ന ദോഷങ്ങളിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്നതിന് വേണ്ടി ചില പരിഹാരങ്ങൾ കൂടി പറയാം. പൂയം നക്ഷത്രം ശനിയുടെ നക്ഷത്രമായതിനാലും അഷ്ടമശനി തുടരുന്നതിനാലും നിങ്ങൾ ഈ പറയുന്ന പരിഹാരങ്ങൾ കൂടി ചെയ്യുന്നത് വളരെ ഗുണകരമായിരിക്കും. ശാസ്താവിനെ ഭജിക്കുക. ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജനം സമർപ്പിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ക്ഷേത്ര ദർശനം നടത്തുന്നതുമൊക്കെ നിങ്ങൾക്ക് ഗുണകരമായിരിക്കും. തടസ്സങ്ങൾ നീങ്ങാനായി ഗണപതി ഹോമം, മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഗണപതി ഹോമം നടത്താൻ കഴിയുമെങ്കിൽ അത് ചെയ്യണം. ഗണപതി ക്ഷേത്രത്തിൽ ചെയ്താൽ മതിയാകും. ദാനം ചെയ്യാനായിട്ട് മറക്കരുത്. ശനിയാഴ്ചകളിൽ പാവപ്പെട്ടവർക്ക് അന്നദാനമോ വസ്ത്രദാനമോ, അത് കറുത്ത വസ്ത്രമോ എള്ളോ ഒക്കെ ദാനം ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യും. ഉത്തമമായ ഒരു പരിഹാരമാണ് അത്. പിന്നെ വ്യാഴപ്രീതി, വ്യാഴത്തിൻ്റെ മാറ്റത്തോടു കൂടി നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുവാനായി വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് നിങ്ങൾക്ക് വളരെ അനുഗ്രഹം, വ്യാഴത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകും. എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഈ കഠിനമായ അധ്വാനങ്ങളും കുറേയധികം പ്രശ്നങ്ങളും നിങ്ങൾക്കൊരു പെട്ടെന്ന് എടുത്തിയാടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു തോന്നൽ, ക്ഷിപ്രകോപം, അതൊക്കെ ഒഴിവാകുന്നതിന് മാനസികമായിട്ട് നിങ്ങൾക്കൊരു വലിയൊരു മനസ്സമാധാനം ഈ വ്യാഴപ്രീതി കൊണ്ട് ലഭിക്കുന്നതിനുമൊക്കെ ഈ വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വളരെ ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിൽ അന്നദാനം നൽകുന്നത് ഉത്തമമായ ഒരു കാര്യമാണ്. അത് നേരത്തെ പറഞ്ഞതാണ്. അത് മനുഷ്യന് തന്നെ നൽകണമെന്നുമില്ല. പ്രകൃതിയിലെ എല്ലാ ചരാചരങ്ങൾക്കും ഒരു നേരത്തെ വെള്ളമോ ആഹാരമോ, ഒരു കവിൾ വെള്ളമോ ഒരു വയർ ആഹാരമോ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കാക്കയ്ക്ക് ഒരു പിടി ചോറ് നമ്മുടെ വീടിൻ്റെ പരിസരത്തൊരു ഇലയിൽ കൊടുക്കുന്നത് നല്ലതാണ്. അനുഗ്രഹങ്ങൾ ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ നായകൾ, കാലഭൈരവൻ്റെ സന്തത സഹചാരിയാണ്. നമുക്ക് കാലദോഷങ്ങൾ മാറിക്കിട്ടാൻ കാലഭൈരവൻ്റെ പ്രീതി വളരെ നല്ലതാണ്. കാലഭൈരവ ക്ഷേത്രത്തിൽ പോകുന്നതും അവിടുത്തെ വഴിപാടുകളിലോ പൂജകളിലോ പങ്കെടുക്കുന്നതും നല്ലതാണ്. അതുപോലെ തന്നെ കാലഭൈരവൻ്റെ സന്തത സഹചാരിയായ നായ, അത് വിദേശി സ്വദേശി നാടൻ തെരുവ് നായ എന്നൊന്നും യാതൊന്നുമില്ല. ഏതൊരു നായയാണോ ജലവും ദാഹജലവും ആഹാരവും ആവശ്യമായി നിൽക്കുന്നത്, അർഹതപ്പെട്ടത്, അതിന് നമ്മൾ കൊടുക്കുക. ഈ നാൽക്കാലികളെ, എല്ലാവിധ മൃഗങ്ങളെയും, വിശേഷ്യ ഈ നായകളെ ഉപദ്രവിക്കുന്നത് നിങ്ങൾക്ക് കിട്ടാനുള്ള ഭാഗ്യാവസരങ്ങളെ ഇല്ലായ്മ ചെയ്യും എന്നത് പ്രത്യേകം ഓർമ്മിക്കുക. അത് ഞാൻ മിക്ക വീഡിയോയിലും പറയുന്നതാണ്. കാരണം അതൊരു ചെറിയ കാര്യമല്ല. നിങ്ങൾ ഈ തെരുവ് നായകളെ, അല്ലെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തുള്ള വീടുകളിലേക്ക് പട്ടി കുരയ്ക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ കയറി തല്ലി കൊല്ലുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുരയ്ക്കും. അത് നമ്മുടെ പ്രകൃതിയിലെ ഒരു ജീവാംശമാണത്. ദേവചൈതന്യം കൂടി കുടികൊള്ളുന്ന ഒരു മൃഗമാണ്. അത് എല്ലാ മൃഗങ്ങളിലും ദേവചൈതന്യമുണ്ട്. കാലഭൈരവൻ്റെ ജീവസാന്നിധ്യം അടങ്ങിയത് ഈ നായകളിലാണ്. അപ്പോൾ ഈ നായ, ഒരു അടുത്ത വീട്ടിലൊരു നായ കുരച്ചു എന്ന് പറഞ്ഞാൽ ആ നായ കുരയ്ക്കുന്നതിന് ഒരു കാരണം ഉണ്ടാവും. അതിൻ്റെ ആ ലിവിങ് സർക്കിളിൽ അത് സാധാരണ അല്ലാത്ത എന്തെങ്കിലും ഒരു ജീവിയോ അല്ലെങ്കിൽ ഒരു മനുഷ്യനോ എന്തെങ്കിലും ഒന്ന് വരുമ്പോഴാണത് കുരയ്ക്കുന്നത്. കാര്യം ആ കുരയ്ക്കുന്നത് അതിൻ്റെ വളർത്തുന്ന ആളിന്, അതായത് അതിൻ്റെ യജമാനന് അല്ലെങ്കിൽ ആ ചുറ്റുമുള്ളവർക്കൊരു മുന്നറിയിപ്പ് കൊടുക്കുക എന്നുള്ളതാണ് ആ നായ ചെയ്യുന്നത്. അതങ്ങനെ നായ കുരയ്ക്കുന്നതിന് കാരണം എന്താണെന്ന് കണ്ടെത്തി വേണം ആ നായയുടെ കുര ഒഴിവാക്കാൻ. അല്ലാതെ ആ വീട്ടിൽ കയറി അതിനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കുന്നത് കൊണ്ട് ആ നായ മരിച്ചു പോകും. പിന്നെ കിട്ടുന്ന അത്രയും ഈ കൊന്നവൻ്റെ കുടുംബത്തിന് നല്ല പണിയായിരിക്കും കിട്ടുന്നത്. അവൻ പിന്നെ ഒരു കാലത്തും തലയുയർത്തി ജീവിക്കത്തില്ല. അവൻ പിന്നെ അന്ന് മുതൽ കണ്ണീര് പൊഴിക്കാൻ തുടങ്ങും. അവൻ ഒറ്റയടിക്ക് അവനങ്ങ് വീഴില്ല. അവൻ്റെ കുടുംബാംഗങ്ങൾക്ക് സർവനാശങ്ങളായിരിക്കും തലമുറകളാണ്. അതെല്ലാം ഏറ്റുവാങ്ങി അവസാനം വെള്ളം ഇറങ്ങാതെ അവൻ തീരും.
അതങ്ങ് പോട്ടെ, നമ്മളങ്ങ് മൃഗീയമായി പറയുകയല്ല. ഒരു ദൈവിക കാര്യം പറയുമ്പോൾ മൃഗീയമായി പറയുന്നതല്ല, പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ നമുക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കണ്ടെത്തണം. അത് നായ കുരയ്ക്കുന്നതായാലും നായ കടിക്കുന്നതായാലും അത് വേറൊരു മൃഗമായാലും ശരി തന്നെ, എന്തായാലും ശരി തന്നെ, ഭൂമിയിലുള്ള ഏത് ജീവജാലങ്ങളും അതിൽ നിന്നും നമുക്ക് ഒരു ആക്ഷൻ, അതായത് ഒരു ചലനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് ഒരു കാരണമുണ്ടാകും. നമ്മളാണെങ്കിൽ പോലും നമ്മൾ ഒരാളിനോട് ചിരിക്കുന്നെങ്കിൽ അതിനൊരു കാരണമുണ്ട്, നമ്മൾ ക്ഷോഭിക്കുന്നെങ്കിൽ അതിനൊരു കാരണമുണ്ട്, നമ്മൾ കരയുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്, സന്തോഷിക്കുന്നതിനും ഒരു കാരണമുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? ആ കാരണമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. നമ്മുടെ വീട്ടിൽ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടി അനാവശ്യമായി പ്രശ്നങ്ങളുണ്ടാക്കുന്നു, വൈകാരികമായി ഇടപെടുന്നു, ദേഷ്യപ്പെടുന്നു, സാധനങ്ങൾ അടിച്ചുടയ്ക്കുന്നു. അതിന് ആ കുട്ടിയെ നമ്മൾ ഡെയിലി എടുത്തിട്ട് അടിക്കുകയല്ല ചെയ്യേണ്ടത്. അവനെ പ്രകോപിതനാക്കുന്ന അല്ലെങ്കിൽ അവളെ പ്രകോപിതയാക്കുന്ന കാരണം എന്താണെന്ന് കണ്ടെത്തി ആ കാര്യം പരിഹരിക്കുകയാണ് നമ്മൾ ചെയ്യാനുള്ളത്. അല്ലാതെ അവിടെ നമ്മളും കൂടി ഇറങ്ങി നിന്നിട്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയല്ല. അതിപ്പോൾ ഈ പൂയ നക്ഷത്രക്കാരുടെ കാര്യത്തിൽ പറയുമ്പോൾ, പൂയ നക്ഷത്രത്തിന് അഷ്ടമശനിയുടെ ദോഷമുള്ളതുകൊണ്ട് എടുത്തു ചാടി പറയാനും പ്രവർത്തിക്കാനും എല്ലാ ടെൻഡൻസി ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കും, പ്രത്യേകിച്ച് ഈ ജൂൺ മാസം വരെ. അപ്പോൾ എന്ത് ചെയ്യും? അവരിങ്ങനെ പ്രശ്നങ്ങളുണ്ടാക്കും. ഒരാൾ നമ്മൾ എന്തെങ്കിലും ഒരു വാക്ക് പറയുമ്പോഴത്തേക്ക് അതിന് 9 വാക്കിൽ മറുപടി പറയും. ഒരാൾ ഒരടി മുന്നോട്ട് വയ്ക്കുമ്പോൾ ഈ പൂയ നക്ഷത്രക്കാർ എന്ത് ചെയ്യും? 10 അടി മുന്നോട്ട് വയ്ക്കും. ആർക്കാണ് നഷ്ടം? അവനവനാണ് നഷ്ടം. പലപ്പോഴും പല പ്രകോപനപരമായ കാര്യങ്ങളിൽ ഇടപെട്ട് വലിയ ക്രൈം ചെയ്യുന്ന പല വ്യക്തികളും ആ നിമിഷത്തെ ക്ഷിപ്രമായ ഒരു കോപം അടക്കാൻ കഴിയാത്തത് കൊണ്ട് വർഷങ്ങളോളം ജയിലഴിക്കുള്ളിൽ കിടക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അല്ലെങ്കിൽ മണ്ണിനടിയിൽ കിടക്കേണ്ട, ചിതയിൽ എരിഞ്ഞടങ്ങേണ്ട ഒരവസ്ഥ വരും. എന്താണ് സംഭവിക്കുന്നത്? അവരെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന കുടുംബം വഴിയാധാരമായി പോവുകയാണ് ചെയ്യുന്നത്. അവർ പിന്നെ നമ്മളില്ലാതെ വരുമ്പോൾ അവർ ആരുടെയെല്ലാം മുമ്പിൽ ജീവിക്കുന്നതിന് വേണ്ടി കൈ നീട്ടേണ്ടി വരും. അവരെത്രത്തോളം കണ്ണീർ പൊടിക്കേണ്ടി വരും, എത്രത്തോളം ജീവിതത്തിലെ തിക്താനുഭവങ്ങൾ നേരിടേണ്ടി വരും എന്ന് മനസ്സാക്ഷിയോടുകൂടി ചിന്തിച്ചിട്ട് വേണം നമ്മൾ ഓരോ വ്യക്തികളും നമുക്ക് നേരെ ഉണ്ടാകുന്ന പ്രകോപനപരമായ ഒരു കാര്യത്തെ എങ്ങനെ നേരിടണം എന്ന് ചിന്തിക്കേണ്ടത്. ക്ഷമ ഒരു വലിയ കാര്യമാണ്. എല്ലാവർക്കും അത് സാധ്യമല്ല, ആർക്കും ചിലപ്പോൾ സാധ്യമല്ലാതെ വരും. പക്ഷേ ക്ഷമിക്കുന്നതിന് നമ്മൾ ക്ഷമാശീലം വളർത്തിയെടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പിന്നീടുണ്ടാകുന്ന വലിയ നഷ്ടങ്ങളെ തീർച്ചയായിട്ടും പരിഹരിക്കാൻ കഴിയും. അപ്പോൾ പൂയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അഷ്ടമശനിയുടെ ദോഷങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെയും വലിയ സാമ്പത്തികപരമായ നേട്ടങ്ങൾ, തൊഴിലവസരങ്ങൾ, അംഗീകാരങ്ങൾ, പ്രശംസ, വിദേശ ജോലി, താമസം, പിന്നെ സ്വന്തമായി വീട്, വാഹനം, പുതിയ വീടുകൾ വാങ്ങുവാനോ അല്ലെങ്കിൽ പഴയ വീട് പുതുക്കി പണിയുവാനോ ഉള്ള അവസരങ്ങൾ, അങ്ങനെ ജീവിതത്തിൻ്റെ ഒരു വലിയ സമൂലമായ മാറ്റം ഈ വ്യാഴമാറ്റത്തോടു കൂടി തീർച്ചയായും അവരുടെ ജീവിതത്തിലേക്ക് വരാൻ പോവുകയാണ്. എല്ലാവിധ നന്മകളോടും കൂടി നിങ്ങൾ അതിനെ വരവേൽക്കുവാനായിട്ട് തയ്യാറാവുക. ഈ വിഷുവർഷത്തിൽ നിങ്ങളാൽ കഴിയുന്ന എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യുക, നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, ദാനം ചെയ്യുക, പാവപ്പെട്ടവരെ സഹായിക്കുക, എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കുക, നമ്മുടെ കുടുംബത്തിലുള്ളവരോടും സഹജീവികളോട് സഹാനുഭൂതിയുള്ളവരായി വളരുവാൻ നമ്മുടെ കുട്ടികളെ ശീലിപ്പിക്കുക. അങ്ങനെയൊക്കെ നമ്മൾ മുമ്പോട്ട് പോവുക. നിങ്ങൾക്ക് തീർച്ചയായും താൽക്കാലികമായ എല്ലാ പ്രശ്നങ്ങളും, നിങ്ങളുടെ എല്ലാ കടമ്പകളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകും. നിങ്ങൾക്ക് സർവേശ്വരൻ, ഈ യൂണിവേഴ്സൽ പവർ, അത് നിങ്ങൾക്കൊപ്പം നിൽക്കും. നിങ്ങളുടെ എല്ലാ നല്ല ലക്ഷ്യങ്ങളിലും ഈശ്വരൻ്റെ സാന്നിധ്യമുണ്ടാകും. നിങ്ങൾക്ക് എല്ലാ നേട്ടങ്ങളും കരസ്ഥമാക്കുവാൻ കഴിയും. നിങ്ങൾക്ക് എല്ലാവിധ നേട്ടങ്ങളും നന്മകളും സാമ്പത്തിക ലാഭവും സമാധാനവും സന്തോഷവും ഐശ്വര്യവുമുള്ള ഒരു ജീവിതം ലഭിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിഷുവർഷ ഫലം ഇവിടെ തീരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.